നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ പയ്യന്നൂരിൽ അതിദുഃഖകരമായൊരു വാർത്തയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റുകുടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസറെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏറ്റുകുടുക്ക സ്വദേശി അനീഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുന്നരു AUP സ്കൂളിലെ പ്യൂണാണ് അദ്ദേഹം. ആത്മഹത്യ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബം ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. വീട്ടിലെ കിടപ്പുമുറിയിൽ അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നിലവിൽ ബൂത്ത് ലെവൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പയ്യന്നൂർ പോലീസ് സംഭവ സ്ഥലത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ആത്മഹത്യ എന്നാണ് പ്രാഥമിക നിഗമനം. ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്നതിന് സമ്മർദ്ദം അനീഷിന് ഉണ്ടായിരുന്നു എന്ന ആരോപണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ മറ്റു കാരണങ്ങളൊന്നുമില്ലെന്നും കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നുവെന്നും കുടുംബത്തിന്റെ പ്രതികരണം. അതിനിടെയാണ് അനീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ സമ്മർദ്ദമാണോ അനീഷിന്റെ മരണത്തിന് കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. SIR ജോലി സംബന്ധിച്ച സമ്മർദ്ദമാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കി. പ്രത്യേകിച്ച് ഈ ഒരു അനീഷ് ജോർജ് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് നേരത്തെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. അതിനിടെ BLOയുടെ മരണവുമായി ബന്ധപ്പെട്ട് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ വോട്ടർ പട്ടിക തീവ്ര പരിശോധന നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഈ ഒരു സമയത്ത്, അതായത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒരു പ്രവർത്തനം പൂർത്തിയാക്കാൻ സാധിക്കില്ല. ഈ ഉദ്യോഗസ്ഥർക്ക് അത് വലിയൊരു ഭാരമായി മാറുമെന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭനം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു സർക്കാർ ഹർജി സമർപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 21 പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ്. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് 1,76,000 ഉദ്യോഗസ്ഥരെയും 68,000 പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട്. SIRനായി 25,668 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നതാണ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ നിലവിൽ പ്രവർത്തനം സുഗമമാണ് എന്നായിരുന്നു കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്യൂമറേഷൻ ഫോം വിതരണം 55% പൂർത്തിയായിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് ആവശ്യമെങ്കിൽ ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നും കമ്മീഷൻ ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ഈ ഒരു ജോലിഭാരം കാരണമാണ് ഈ വ്യക്തി ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബം ആരോപണം ഉന്നയിക്കുന്നു. എന്തായാലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തായാലും വലിയൊരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.